നാദാപുരം പള്ളിയിലെ ചന്ദനക്കുടത്തിന് സീ ടൈംസ് ഇലക്ഷൻ പൾസ് റൈഡ് നാദാപുരത്തെത്തുമ്പോൾ ചരിത്രപ്രസിദ്ധമായ നാദാപുരം പള്ളി എന്തായാലും കയറി കാണണമെന്ന് മനസ്സിൽ ഉറപ്പിച്ചിരുന്നു. 3000-ലേറെ പേർക്ക് നിസ്കരിക്കാൻ സൗകര്യമുള്ള പള്ളിയിൽ പക്ഷേ ഇപ്പോഴും മൈക്കും സ്പീക്കറും ഒന്നും ഉപയോഗിക്കുന്നില്ല എന്നതാണ് ഏറ്റവും കൗതുകകരം. ഇമാമിന്റെ ചലനങ്ങൾ മുകൾ തട്ടിൽ അറിയാൻ മുഅദ്ദിൻ ഉച്ചത്തിൽ തക്ബീറുകൾ ചൊല്ലുന്ന രീതിയാണ് ഇപ്പോഴും ഇവിടെയുള്ളത്. ഉച്ചഭാഷ ഉപയോഗിക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് അറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്താൽ നന്നായിരിക്കും. പള്ളിയിലേക്ക് കയറുമ്പോൾ വലതുഭാഗത്തായി ഭീമൻ പള്ളിക്കുളമുണ്ട്. ഇതും നിർമ്മാണ വൈദഗ്ധ്യം കൊണ്ട് ആകർഷണീയമാണ്. അംഗശുദ്ധി വരുത്താൻ പഴയ രീതിയിലുള്ള ഹൗദുകൾ, 1 മീറ്റർ ചുറ്റളവും 4 മീറ്റർ ഉയരവുമുള്ള ഈ ഗ്രാനൈറ്റ് തൂണുകൾ പള്ളിയുടെ പ്രധാന ആകർഷണമാണ്. ഇങ്ങനെയുള്ള 23 തൂണുകൾ പള്ളിക്കുള്ളിലുണ്ട്. കൊത്തുപണികൾ കൊണ്ട് സമൃദ്ധമാണ് പള്ളിയിലെ മിമ്പറും മറ്റു ഭാഗങ്ങളുമെല്ലാം. പള്ളിക്ക് 3 നിലകളുണ്ട്. 3-ാം നില പൂർണ്ണമായും നിർമ്മിച്ചത് മരത്തിലാണ്. കേരളത്തിൻ്റെയും പേർഷ്യയുടെയും നിർമ്മാണ രീതിയുടെ സമ്മിശ്ര രൂപമാണ് നാദാപുരം പള്ളി. പള്ളിക്ക് 500 വർഷത്തിലേറെ പഴക്കമുണ്ടെന്നാണ് കണക്കാക്കുന്നത്. എന്നാൽ നാദാപുരം പള്ളിയുടെ നിർമ്മാണത്തെക്കുറിച്ച് സമഗ്രമായ ചരിത്രരേഖകൾ ഇന്നും ലഭ്യമല്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് നിർമ്മിച്ച പള്ളി എന്ന നിലയിൽ അത്ഭുതത്തോടെയാണ് ഞാൻ ഈ പള്ളിയുടെ ഓരോ ഭാഗവും നടന്നു കണ്ടത്. നൂറ്റാണ്ടുകൾക്ക് മുൻപേ ഇവിടെ നിലനിൽക്കുന്ന മതസൗഹാർദ്ദത്തിൻ്റെ ചരിത്രം കൂടി പറയാനുണ്ട് നാദാപുരം പള്ളിക്ക്. ലോകത്തിനു മുന്നിൽ നാദാപുരത്തിൻ്റെ അന്തസ്സുള്ള വിലാസമാണ് നാദാപുരം പള്ളി.